ക്രിസ്തീയ മരണ സംസ്കാര ചടങ്ങുകൾ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കാണപ്പെടുക. ഈ ചടങ്ങുകൾ 3 സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ പ്രത്യേകമായിട്ട് അനുഷ്ഠിക്കുന്നുണ്ട്. ഒന്ന് ഭവനത്തിൽ, രണ്ടാമത് ദേവാലയത്തിൽ, മൂന്നാമത് കുഴിമാടത്തിൽ. ഈ 3 ഇടങ്ങളിലും പുരോഹിതനിലൂടെ നടക്കുന്ന അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചടങ്ങുകളും അതിൻ്റെ ദൈവശാസ്ത്രപരമായ വിചിന്തനങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രമാത്രം സഭ ഈ മരണ ശുശ്രൂഷയെ ദൈവത്തോട് ചേർന്നുള്ള കടന്നുപോക്കലുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആദ്യത്തെ ചടങ്ങ് നടക്കുക കുടുംബങ്ങളിലാണ്. വൈദികൻ ആദ്യമായി ചെയ്യുന്ന ചടങ്ങ് മൃതസംസ്കാര വേളയിൽ മരണപ്പെട്ട വ്യക്തിയുടെ ദേഹത്ത് തീർത്ഥജലം തളിക്കുന്നു എന്നുള്ളതാണ്. ഈ ജ്ഞാനസ്നാന ജലം അല്ലെങ്കിൽ വിശുദ്ധ ജലം തളിച്ചുകൊണ്ട് വൈദികൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: പ്രിയ സഹോദര സഹോദരി, നീ ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടതാണല്ലോ. കാരുണ്യവാനായ ദൈവം നിന്റെ എല്ലാ പാപക്കറകളും മാച്ചുകളഞ്ഞ് നിന്നെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് വൈദികൻ തീർത്ഥജലം തളിക്കുക. ഈ തീർത്ഥജലം സൂചിപ്പിക്കുന്നത് പവിത്രീകരണത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും അടയാളമായിട്ടാണ്. സഭയുടെ പഠനവും ദൈവശാസ്ത്രപരമായ ആശയങ്ങളും മുൻനിർത്തി 5 കാര്യങ്ങളാണ്, 5 സൂചനകളാണ് ഈ തീർത്ഥജലം തളിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുക. ഒന്നാമത് ജ്ഞാനസ്നാന വ്രതത്തിൻ്റെ സ്മരണ പുതുക്കുകയാണ്. ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഒരാൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ആദ്യമായിട്ട് അവർ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറിയത് ജ്ഞാനസ്നാന കർമ്മത്തിലൂടെയാണ്. അതിലൂടെയാണ് അവൻ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അംഗമായിട്ട് മാറിയത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-4 വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരണപ്പെടുകയും ആ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യേണ്ടവരാണ്. അതിനാൽ തന്നെ ജ്ഞാനസ്നാന കർമ്മത്തെ വീണ്ടും പുതുക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന ഒരു അടയാളമാണ് തീർത്ഥജലം തളിക്കുക എന്നതിലൂടെ. അതിലൂടെ ഇഹലോക ജീവിതാലയം വിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക്, ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ആ വ്യക്തി പ്രവേശിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1222 മുതൽ 24 വരെയുള്ള ഖണ്ഡികകളിൽ ഇത് ആവർത്തിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനസ്നാന ജലം തളിക്കുമ്പോൾ ആ വ്യക്തി ശുദ്ധീകരിക്കപ്പെട്ട് പുതിയൊരു മനുഷ്യനായി തീർന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു എന്നാണ്. രണ്ടാമത്തെ അടയാളം തീർത്ഥജലം തളിക്കുമ്പോൾ ശുദ്ധീകരണം നടക്കുന്നു എന്നുള്ളതാണ്. തീർത്ഥജലം തളിക്കുന്നതിലൂടെ ലഘുപാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നു എന്നാണ് സഭ പഠിപ്പിക്കുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1668 പറയുന്നു: കൂദാശ അനുഷ്ഠാനങ്ങൾ ലഘുപാപങ്ങൾക്ക് പൊറുതി നൽകുകയും നിത്യജീവനിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെല്ലാ പാപമാലിന്യങ്ങളിൽ നിന്ന് വെടിപ്പാക്കുകയും നിങ്ങൾക്ക് പുതിയ ഹൃദയവും പുതിയ ആത്മാവും നൽകും. സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് 51-ാം അധ്യായത്തിൽ: കർത്താവിൻ്റെ പാപങ്ങൾ കഴുകി വെടിപ്പാക്കണമേ, അപ്പോൾ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായി മാറും. തീർത്ഥജലം തളിക്കുന്നതിലൂടെ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിലൂടെ നമ്മൾക്ക് പാപപ്പുറതി ഉണ്ടാവുകയും അതിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നുപോയി നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരുവനെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. തിരുസ്നാനം ചെയ്യുന്നതിൻ്റെ 3-ാമത്തെ അടയാളം പുനരുദ്ധാനത്തിനുള്ള പ്രത്യാശയാണ്. യോഹന്നാൻ 11-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു: ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവൻ എന്നേക്കും ജീവിക്കും. അവസാന കാഹളം മുഴങ്ങുമ്പോൾ ഒരുവൻ നിത്യതയുടെ കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. എബ്രായർക്കുള്ള ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: വെള്ളം കൊണ്ട് നീ എന്നെ
കഴുകി വെടിപ്പാക്കുമ്പോൾ ഞാൻ സ്വർഗീയ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചോളം പുനരുദ്ധാനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. ദൈവം നമുക്കായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് അവൻ നമ്മളെയും ചേർത്ത് വെക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് തീർത്ഥജലം തളിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കുന്നത്. ക്രൈസ്തവരുടെ മരണം ഒരവസാനമല്ലെന്നും അത് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമാണെന്നും പെസഹ രഹസ്യത്തിൻ്റെ ജീവിത വ്യാഖ്യാനമാണെന്നും തിരിച്ചറിയുകയാണ്. അതായത് ഓരോ വിശ്വാസിയുടെയും യഥാർത്ഥ ഭവനം ഒരുക്കപ്പെടുക സ്വർഗത്തിൽ കർത്താവിനോടുകൂടെയാണെന്ന് വീണ്ടും നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ചടങ്ങാണ് തീർത്ഥജലം തളിക്കുമ്പോൾ നമ്മളിൽ ദൃഢീകരിക്കപ്പെടുന്നത്. ശരീരത്തിൽ തീർത്ഥജലം തളിക്കുന്നതിൻ്റെ നാലാമത്തെ അർത്ഥം ശരീരത്തോടുള്ള ആദരവും ബഹുമാനവും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് ജ്ഞാനസ്നാനം ചെയ്ത ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം പറഞ്ഞു വെക്കുന്നത്, നിങ്ങളുടെ ശരീരം ദൈവത്തിൽ നിന്നുള്ളതാണെന്നും അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ശരീരത്തെ, ദേഹത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടെ കാണണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം നമ്മുടെ താഴ്ന്ന ദേഹത്തെ മഹത്വമുള്ള ദേഹമായി രൂപാന്തരപ്പെടുത്തുന്നു. കത്തോലിക്ക സഭയുടെ മതഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? മരണപ്പെട്ടവരുടെ ശരീരത്തെ കരുണയോടും ആദരവോടും കൂടി കാണണമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് സഭ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്നുള്ളത്, ആ ശരീരത്തിലൂടെയാണ് ഒരു വ്യക്തി അനുഗ്രഹങ്ങൾ പ്രാപിച്ചതും കൂദാശകൾ സ്വീകരിച്ചതും. അതിനാൽ തന്നെ ആ ദേഹം വിശിഷ്ടമായ ഒന്ന് തന്നെയാണ്. തീർത്ഥജലം തളിക്കുന്നതിലൂടെ ആ ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. മരണപ്പെട്ട ആളുടെ ദേഹത്ത് തീർത്ഥജലം തളിക്കുന്നതിൻ്റെ 5-ാമത്തെ സൂചന എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. കമ്മ്യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. വൈദികൻ മരണപ്പെട്ടയാളുടെ ദേഹത്ത് തീർത്ഥജലം തളിക്കുമ്പോൾ ഭൂമിയിലെ സഭയും സ്വർഗത്തിലെ സഭയുമായിട്ടുള്ള അവിഭാജ്യമായ ബന്ധത്തെയാണ് ഓർമ്മപ്പെടുത്തുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് ഇങ്ങനെയാണ്: മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശിഷ്ടമായ ഒരു കർമ്മമാണ്. ഈ പ്രാർത്ഥനയിലൂടെ മരിച്ച വ്യക്തിക്ക് സഹായമാവുക മാത്രമല്ല, മരണപ്പെട്ട വ്യക്തിക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് സഹായം നൽകുവാൻ തക്ക കൃപയും ലഭിക്കുമെന്നുള്ളതാണ്. സുവിശേഷം വ്യക്തമായി നമ്മളോട് പറഞ്ഞു വെക്കുന്നത്, നമ്മൾ മരണപ്പെട്ടാലും ജീവിച്ചാലും നമ്മൾ ക്രിസ്തുവിൻ്റേതാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ്. തീർത്ഥജലം തളിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളും മരിച്ച വ്യക്തിയുമായിട്ടുള്ള ഒരു അവിഭാജ്യമായ കൂട്ടായ്മയെ കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒന്നാണ്. അവരെല്ലാവരും ക്രൈസ്തവ വിശ്വാസത്തിൽ ഒന്നാണ്. ഇഹലോക സഭയും സ്വർഗത്തിലെ സഭയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഭവനങ്ങളിൽ നടക്കുന്ന ആദ്യത്തെ ശുശ്രൂഷയാണ് മൃതദേഹത്തിൽ തീർത്ഥജലം തളിക്കുക എന്നുള്ളത്. ഇതിൻ്റെ 5 സൂചകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമത് അത് ജ്ഞാനസ്നാനത്തിൻ്റെ സ്മരണ പുതുക്കലാണ്. രണ്ടാമത് ശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് അത് പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശ ഉളവാക്കുന്നതാണ്. നാലാമത്തത് ശരീരത്തിലുള്ള ആദരവും ബഹുമാനവും കാണിക്കുന്നതിലാണ്. അഞ്ചാമത് ഇത് വിശ്വാസികളുടെ കൂട്ടായ്മ ദൃഢമായി ഉറപ്പിക്കുന്നതിനാണ്. അതിനാൽ തന്നെ ജലത്തിലൂടെയാണ് നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് ക്രൈസ്തവ സഭയിൽ അംഗമായെങ്കിൽ അതേ ജലത്താൽ തന്നെ ഒരു പുതിയ മനുഷ്യനായിക്കൊണ്ട് സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിനാൽ തന്നെ തീർത്ഥജലം തളിക്കുന്നത് വെറും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിലുള്ള പങ്കാളിത്തവും ആ പെസഹ രഹസ്യത്തിലൂടെ നമ്മൾ ക്രിസ്തുവിൽ
പുതുജീവൻ പ്രാപിക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.